all, welcome back to Sala Learning. So, മക്കളെ top level questions ആണ്. ചാപ്റ്റർ ഇതാണ് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് പറയുമ്പോൾ കാൽക്കുലസിൽ വരുന്ന ഇന്റഗ്രൽസിന് ശേഷം വരുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന കാര്യമാണ്, മിസ് ഇന്റഗ്രൽസ് പഠിച്ചാൽ മാത്രമാണ്, അത് ഫുൾ അറിഞ്ഞാൽ മാത്രമല്ലേ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് മനസ്സിലാവും എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ മനസ്സിലാക്കുക, ഇന്റഗ്രൽസിന്റെ കുറച്ച് ഫോർമുലാസ് നമുക്ക് ആവശ്യമുണ്ട്, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ ആവശ്യമുണ്ട്. എല്ലാ ഫോർമുലാസും ഇവിടെ ആവശ്യമില്ല താനും. ഇപ്പൊ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് പഠിക്കാൻ എന്തുണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ത്രൂ ഔട്ട് ക്ലാസ് കാണുക, ത്രൂ ഔട്ട് വീഡിയോ കാണുക. അതായത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ കാണാൻ വേണ്ടി പോകുന്നത്. സോ മക്കൾ എന്ത് ചെയ്തു, വൺ ഷോട്ട് റിവിഷൻസ് കണ്ടവരാണ്, എല്ലാം പഠിച്ചവരാണ്. സോ ബാക്കിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. സോ ഹിയർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2019 നിങ്ങളുടെ ബോർഡ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. കുറച്ചൊരു വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക്. 2 fences are made in a grass field as shown in the figure. 2 fences ആണ്. ഫെൻസ് എന്ന് പറയുമ്പോൾ വേലി എന്ന് പറയാറുണ്ട് അല്ലേ? നിങ്ങൾ കാണുന്നില്ലേ ഫിഗറിൽ, 2 fences are made in a grass field. ഒരു ഗ്രാസ് ഫീൽഡിലുള്ള വേലിയാണ് അല്ലെങ്കിൽ ഫെൻസസ് ആണ് കാണിച്ചിരിക്കുന്നത്. A cow is tied at a point O with a rope of length 3 meter. കയറിന്റെ ലെങ്ത് എത്രയാണ്, 3 മീറ്റർ ആണ്. ഇപ്പൊ 3 മീറ്റർ ലെങ്ത്തിൽ മക്കളെ ഒരു കയർ വെച്ച് ആരെ കെട്ടിയിട്ടുണ്ട്, ഒരു പശുവിനെ, ഒരു കൗവിനെ കെട്ടിയിട്ടുണ്ടെന്ന് പറയുവാണ്. എവിടെ കെട്ടിയിരിക്കുന്നത്, ഈ കാണുന്ന പോയിന്റ് O എന്ന്. നമ്മളില്ലേ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങ് ചിന്തിച്ചു കൂട്ടാണ്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിൽ റിയലൈസ് ചെയ്യുക, ഓ ഇത് അങ്ങനെയാണ്, കൗവിന് കെട്ടിയിരിക്കുന്നത് ഈ പോയിന്റിലാണ്, ടോപ്പ് എന്താ പറയാ, റോപ്പിന്റെ ലെങ്ത് 3 മീറ്റർ ആണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ പോലെ ഫീൽ ചെയ്യും നമുക്ക് അല്ലെ. സോ യൂസിങ് ഇന്റഗ്രേഷൻ, find a maximum area of the grass that the cow can graze within the fences. Choose O as origin. O എന്താണ്, നമ്മളെ ഒറിജിൻ ആക്കി എടുത്തുകൊണ്ട് ഈ കാണുന്ന മാക്സിമം ഏരിയ ഓഫ് ഗ്രാസ്, അതായത് കൗവിന് മേഞ്ഞ് നടക്കാൻ പറ്റുക അല്ലെങ്കിൽ പശുവിന് മേഞ്ഞ് നടക്കാൻ പറ്റുക മാക്സിമം ഗ്രാസ് ഫീൽഡിന്റെ ഏരിയ എത്രയാണോ അതെന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്ര ഉള്ളൂടാ. ഇപ്പൊ ഞാനില്ലേ ഇവിടെ ഒരു ഫിഗർ വരച്ച് കാണിക്കാം. നിങ്ങൾ ഇത്രയും കാലം നമ്മൾ സർക്കിളിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻ കണ്ടവരാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ആദ്യം വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇതെന്താ, എന്റെ കാണുന്ന പോയിന്റ് O എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഈ കാണുന്ന പോയിന്റിൽ എന്ത് ചെയ്യാണ്, പശുവിനെ കെട്ടിയിരിക്കുകയാണ്. ഇപ്പുറത്ത് എന്താ, ഫെൻസസ് ആണ്. നിങ്ങൾ കാണുന്നില്ലേ ഈ ഫിഗറിൽ എന്താ പറഞ്ഞത്, ഇവിടൊക്കെ എന്താണ്, വേലിയാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവേശിക്കാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ എന്താണ്, പശുവിന്റെ കയറിന്റെ ലെങ്ത് എന്താണ്, 3 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ 3 മീറ്ററിൽ ഞാൻ എന്ത് ചെയ്യാണ്, കയറ് വെച്ചിട്ട് ഒരു പശുവിനെ കെട്ടുവാണെങ്കിലേടാ, ആ പശുവിന് എത്രയാ പോകാൻ പറ്റുക, ഒന്നുകിൽ ഇങ്ങോട്ട് പോകാൻ പറ്റും, ഇത്രയും ലെങ്ത്, ഇത്രയും പോകാൻ പറ്റും. ഈ കാണുന്നത് ദൂരത്തിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പശുവിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് കയറിന്റെ ലെങ്ത് എത്രയേ ഉള്ളൂ, 3 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ്, ഫെൻസസ് ഉണ്ട് താനും. ഇപ്പൊ 3 മീറ്ററിന്റെ കയറിന്റെ ലെങ്ത്തില് പശുവിന്റെ ഇത്രയും ദൂരത്തിൽ മാത്രമേ മേഞ്ഞ് നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിക്കാണും. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം, അല്ലെ മിസ് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വരച്ച് കാണിക്കാം. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, നമുക്ക് ഈ പോർഷന്റെ ഏരിയ ആണ് ആവശ്യം. അപ്പൊ നമ്മൾ സർക്കിളിന്റെ ഏരിയ ഒക്കെ ഫൈൻഡ് ചെയ്തവരാണ്. നിങ്ങൾ നോക്കുക, ഇത് മൊത്തം ഒരു വലിയ സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിന്റെ ചെറിയൊരു പോർഷൻ ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറിലുള്ള പോർഷൻ മാത്രമാണ് മക്കൾ എന്ത് ചെയ്യണത്, കണ്ടുപിടിക്കേണ്ടത്. ബിക്കോസ് റോപ്പിന്റെ ലെങ്ത് 3 മീറ്റർ ആയതുകൊണ്ടും ഇപ്പുറത്ത് ഫെൻസസ് ഉള്ളത് കൊണ്ടും പശുവിന് എന്ത് പറ്റുള്ളൂ, ഇവിടെ മാത്രമേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എന്താണ്, ആ ഒരു ഏരിയ ഫൈൻഡ് ചെയ്യണം. നിങ്ങൾ പൊതുവേ എന്താ ചെയ്യാറ്, സർക്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്ത സമയത്ത് ടോട്ടൽ സർക്കിളിന്റെ ഏരിയ പറയുമ്പം ഇതുപോലത്തെ 4 പോർഷൻസിന്റെ ഏരിയ എന്ത് ചെയ്യാറുണ്ട്, സം ചെയ്യാറുണ്ട്. അതായത് ഫസ്റ്റ് ക്വാർട്ടറിൽ ഏരിയ ഫൈൻഡ് ചെയ്ത് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, ടോട്ടൽ ഏരിയ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ടോട്ടൽ ഏരിയ ആവശ്യമില്ല. പകരം നമുക്ക് മതി ഫസ്റ്റ് ക്വാർട്ടർ ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ മിസ് എന്ത് ചെയ്തു, അവിടെ കൊണ്ടുപോയിട്ട് വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുവാണ്. നമുക്ക് ഏരിയ ഫൈൻഡിങ്ങിന് ആരാവശ്യം, വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണ്. നിങ്ങൾ എന്ത് പറയുമ്പോഴും ഇല്ലേടാ, മനസ്സിലാക്കിയിട്ട് മാത്രം കേൾക്കുക. ചുമ്മാ മെക്കാനിക്കലി ചെയ്യേണ്ട കാര്യമല്ല. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. സോ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുന്ന സമയത്ത് ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, ഇന്റഗ്രൽ y dx ആണ്. നിങ്ങൾ ആലോചിക്കുക, 3 മീറ്റർ ആണ് മക്കളെ റോപ്പിന്റെ ലെങ്ത്. അപ്പൊ ഇതും 3 മീറ്റർ, ഇതും 3 മീറ്റർ, ഇതൊക്കെ എന്താണ്, 3 മീറ്റർ ആണ്. അപ്പൊ ഈ കാണുന്ന പോയിന്റ് ഒറിജിൻ പോയിന്റ് ആയതുകൊണ്ട് തന്നെ 0,0 ആണ്. സോ ഇവിടുന്ന് 3 മീറ്റർ ആണ് എന്ത് വരുന്നത്, റോപ്പിന്റെ ലെങ്ത് വരുന്നത്. സോ ദിസ് പോയിന്റ് വിൽ ബി 3,0 ആയിരിക്കും അറിയാലോ, ആണല്ലോ. സോ ഇന്റഗ്രേഷൻ ലിമിറ്റ് എന്താ വരിക, 0ൽ നിന്ന് 3ലേക്കാണ് ഇന്റഗ്രേഷൻ ലിമിറ്റ് വരിക. ഇപ്പൊ നമ്മൾ സ്റ്റെക്ക് എന്താണ്, y നമുക്ക് അറിയില്ല. ഒരു കാര്യം ആലോചിക്കുക, ഇത് സർക്കിളിന്റെ പോർഷൻ ആണ്.
ഇതൊരു കേർവ് എന്ന് പറയുമ്പോൾ അത് സർക്കിളിന്റെ കേർവ് ആണ് അല്ലെ, സർക്കിളിന്റെ ഭാഗമല്ലേ ഇത് മക്കളെ. അപ്പൊ ആ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? നോർമലി സെന്റർ 0 0 ആണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ x² + y² = r² ആണ്. ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുമ്പോൾ റോപ്പിന്റെ ലെങ്ത് ആണ്. അതായത് ഇവിടുത്തെ r എത്രയാണ്? 3 ആണ്. സോ x² + y² = 3² എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് വൈയും കണ്ടുപിടിക്കാൻ ഈസിയാണ്. y² മാത്രം വെച്ച് ഇയാൾ അപ്പുറം പോകുമ്പം 3² - x² എന്ന് വന്നു. സോ y എന്താ വരിക? √3² - x² എന്ന് വന്നു. നമ്മളില്ലേ ഇന്റഗ്രൽസിൽ പഠിച്ചിരിക്കുന്ന ഒരു ഫോർമുല മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയെല്ലാം കിട്ടിക്കോളും. നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു ഫോർമുല മിസ് പറയുവാണ്. ഇന്റഗ്രൽ √a² - x² dx എന്ന് പറഞ്ഞാൽ എന്താ പറയാ? x/2 √a² - x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് ഓഫ് x/a ആണ്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഇന്റഗ്രൽസിന്റെ ഒരു ഫോർമുലയാണ് മിസ് കാണിച്ചിരിക്കുന്നത്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? എല്ലാവരും പഠിച്ചിരിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താ പറയാ? നിങ്ങൾ പറഞ്ഞേ, ഈ ഫോർമുലയിൽ മിസ് ഇന്റഗ്രൽ 0 to 3 പകരം അതുപോലെ തന്നെ കൊടുത്തു. വൈക്ക് പകരം എന്ത് ചെയ്യാ? ഈ √3² - x² dx കൊടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ആരുമായിട്ട് കമ്പയർ ചെയ്താൽ മതി? ഈ ഫോർമുലയായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഇവിടെ a² ആണെങ്കിൽ അവിടെ എന്താ ഉള്ളത്? 3² ആണ്. സോ ഇതേ ഇക്വേഷനിൽ തന്നെ a² പകരം എന്ത് കൊടുത്താൽ മതി? 3² കൊടുത്താൽ മതി. അതേപോലെ ഇവിടെ എക്ക് പകരം എന്താണ് കൊടുക്കേണ്ടത്? 3 ആണ്. a² 3² ആണെങ്കിൽ a എന്താണ്? 3 ആണ്. അപ്രകാരം മക്കൾ എന്ത് ചെയ്യുക? ആ ഫോർമുല അപ്ലൈ ചെയ്യുക. x/2 √3² - x² പ്ലസ് a²/2 ആണ്. അതിന് പകരം 3²/2 സൈൻ ഇൻവേഴ്സ് ഓഫ് x/a ആണ്. എക്ക് പകരം 3 ആണ്. ലിമിറ്റ് നോക്കണം, 0 മുതൽ 3 വരെയാണ്. ഫസ്റ്റ് ലിമിറ്റ് 3 കൊടുക്കുമ്പം 3/2. നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽസിൽ പഠിച്ചവരാണ്. 2 ലിമിറ്റ്സും അപ്ലൈ ചെയ്യണം. ആദ്യത്തെ അപ്ലൈ ചെയ്യേണ്ടത് മേലത്തെ ലിമിറ്റ്, പിന്നെ താഴത്തെ ലിമിറ്റ്. ഇപ്പൊ 3/2 √3² - 3² പ്ലസ് 3²/2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം 3 ആണ്. എക്സിന് പകരം മാത്രമാണ് ലിമിറ്റ് കൊടുക്കേണ്ടത് കേട്ടോ, വേറെ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ലിമിറ്റ് 0 ആണ്. എന്ത് വരും? 0/2 √3² - 0² പ്ലസ് 3²/2 സൈൻ ഇൻവേഴ്സ് ഓഫ് 0/3 വരും. √3² - 3² പറയുമ്പോൾ 0 ആണ്. 0 × 3/2 പറയുമ്പോൾ 0 ആയി പോയി. 0/2 പറയുമ്പോൾ 0 ആണ്. ആ ടേം കംപ്ലീറ്റ്ലി എന്തായി പോവും? 0 ആയി പോവും. സൈൻ ഇൻവേഴ്സ് ഓഫ് 0/3 പറയുമ്പം സൈൻ എപ്പോഴാ 0 ആവുക? സൈൻ 0 ആണ് 0. സൈൻ ഇൻവേഴ്സ് ഓഫ് 0/3 പറയുമ്പം സൈൻ ഇൻവേഴ്സ് ഓഫ് 0 ആണ്. അത് 0 തന്നെയാ വരിക. അത് ക്യാൻസൽ ആയി പോകൂലേ? ആകെ മാത്രം ഉണ്ടാവാരാ? 3²/2 പറയുമ്പോൾ 9/2. 3 കട്ടായി പോകുമ്പോഴില്ലേ ഇവിടെ 1 ആ വരിക കേട്ടോ. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 വരും. 9/2 ഇൻറ്റു സൈൻ എപ്പോഴാ 1 ആവുക? സൈൻ π/2 ആവുന്ന സമയത്ത് π/2. അപ്പം 9 × π 9π, 2 × 2 4, 9π/4 സ്ക്വയർ യൂണിറ്റ് ആണ് ആൻസർ വരിക. എനിക്കൊന്നും ബാക്കിയൊക്കെ മീറ്ററിലായതുകൊണ്ട് മക്കൾ എന്ത് കൊടുത്താൽ മതി? ഏരിയ അല്ലേ നമുക്ക് ആവശ്യം, മീറ്റർ സ്ക്വയർ കൊടുത്താൽ മതി. ബിക്കോസ് നമ്മുടെ റേഡിയസ് മീറ്ററിൽ പറയുന്നുണ്ടല്ലോ. സോ മീറ്റർ സ്ക്വയർ കൊടുക്കുക. ക്ലിയർ അല്ലേ കാര്യം? സിമ്പിൾ കാര്യമാണ്. ആൻഡ് ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദർ ഇസ് നോ ഫെൻസസ് ഫൈൻഡ് ദ മാക്സിമം ഏരിയ ഓഫ് ദ ഗ്രാസ് ദാറ്റ് ദ കൗ ക്യാൻ ഗ്രേസ്. ഇവിടെ ഫെൻസസ് ഇല്ലെങ്കിലോ? നിങ്ങൾ ആലോചിക്കട, സെയിം ഫിഗർ മിസ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ ഫെൻസസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത്? പശുവിന് ആ ഒരു ചെറിയൊരു സ്ഥലപരിമിതി വന്നത് അല്ലേ? പക്ഷെ ഫെൻസസ് ഇല്ലെങ്കിലോ? ഫെൻസസ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. പശുവിന് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിക്ക് ഇങ്ങനെ മേഞ്ഞടക്കാൻ പറ്റില്ലേ? അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഫെൻസസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ലേടാ, ഇപ്പുറത്തും നമുക്ക് എന്തില്ല? ഫെൻസസ് ഇല്ല എന്നുണ്ടെങ്കിൽ പശുവിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും പോർഷനിൽ മാത്രമല്ല, ഈ കാണുന്ന കംപ്ലീറ്റ് സർക്കിൾ എന്ത് ചെയ്യാൻ പറ്റൂടാ? ഇതുപോലെ മേഞ്ഞ് നടക്കാൻ പറ്റും. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണ്? പശുവിന് ഇത്രയും പോർഷനിൽ മേഞ്ഞ് നടക്കാൻ പറ്റും. റോപ്പിന്റെ ലെങ്ത് 3 മീറ്റർ ആണ്. ഇപ്പൊ 3 മീറ്റർ റേഡിയസ് ആയിട്ടുള്ള ഒരു വലിയൊരു സർക്കിൾ ചുറ്റും എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പശുവിന് മേഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മൾ വീണ്ടും ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആക്ച്വലി ഒന്നും ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്തു? ഈ കാണുന്ന ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ഇറ്റ് ഇസ് 9π/4 മീറ്റർ സ്ക്വയർ ആണ്. ഇപ്പൊ നമുക്ക് ആവശ്യം ടോട്ടൽ സർക്കിളിന്റെ ഏരിയ ആണ്. പൊതുവെ നമ്മൾ എന്താ ചെയ്യാറ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ടോട്ടൽ ഏരിയ നമുക്ക് ആവശ്യമുണ്ട്. ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുമ്പോൾ 9π/4 × 4 ചെയ്യുക. 4 കട്ടായി പോകുമ്പോൾ എത്ര വരിക? 9π മീറ്റർ സ്ക്വയർ ആണ് റൈറ്റ് ആൻസർ. 9π മീറ്റർ സ്ക്വയർ ഈസ് ദ റൈറ്റ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേരെ വലച്ച ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര സില്ലി ആയിട്ട് ചെയ്യാൻ പറ്റിയ
ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? സോ ദെൻ വി ആർ മൂവിങ് ടു സർക്കിളിന്റെ ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞു. ലൈനിന്റെ ഒരു കിടക്കാച്ചി ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു തരാം. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതൊരിക്കലും ഞാൻ NCERTക്ക് അപ്പുറത്തേക്ക് എടുത്ത ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ചോദിക്കാത്ത ക്വസ്റ്റ്യനോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് തന്നെ നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടഫ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷെ ക്വസ്റ്റ്യന്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് മാത്രം കുറച്ച് പേർക്ക് ടഫ് ആവാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, യൂസിങ് ദ ഫിഗർ കാണുന്നുണ്ടോ മക്കളെ? 2 ലൈൻസ് എന്ത് ചെയ്യാണ്, ഇങ്ങനെയും ഇങ്ങനെയും കൂട്ടിമുട്ടുകയാണ് പറയുന്നുണ്ട്. ഈ പോയിന്റ് എന്താണ്? 3,0 ആണ്. ദിസ് വൺ 6/5 ആണ്. ഇത് y = x പറഞ്ഞ ലൈനാണ്. ആൻഡ് ഈ ലൈനിൽ 2 പോയിന്റ്സ് ഗിവൺ ആണ്. ഇത്രയും കാര്യം അറിയാം. ഈ ലൈനിലെ 2 പോയിന്റ്സ് ഗിവൺ ആണ്, ഈ ലൈനിന്റെ ഇക്വേഷൻ ഗിവൺ ആണ്. ഇത്രയും എനിക്ക് അറിയുള്ളൂ. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യാ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് AB ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ലേ, നമുക്കില്ലേ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് പറഞ്ഞ ചാപ്റ്ററിൽ +2 എന്ന് പറയുന്ന സംഭവമാണ് ഉപയോഗിക്കുന്നെങ്കിൽ പോലും +1 കോണി സെക്ഷൻസ് ആയിക്കോട്ടെ, സ്ട്രേറ്റ് ലൈൻസ് ആയിക്കോട്ടെ, അതിൽ ഒരുപാട് ഫോർമുലാസും അതിൽ ഒരുപാട് കോൺസെപ്റ്റും എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പറയുമ്പം അത്രയും പറഞ്ഞിട്ട് മാത്രമാണ് ക്വസ്റ്റിലേക്ക് കിടക്കുന്നത് അല്ലേ. അതുപോലെ ട്രൈ നോക്കുക. സോ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഫൈൻഡ് ഇക്വേഷൻ ഓഫ് AB ആണ്. AB എന്ന് പറയുമ്പോൾ ഈ ലൈനിന്റെ കാര്യം പറയുന്നത് ഒരു ലൈനാണ്. A എന്ന് പറയുന്ന പോയിന്റ് 3,0 ആണ്. B എന്ന് പറയുന്ന പോയിന്റ് 0,2 ആണ്. ആ ലൈനിന്റെ 2 പോയിന്റ്സ് ഗിവൺ ആണെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? 2 പോയിന്റ്സ് അറിയാമെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. സ്ട്രേറ്റ് ലൈൻസ് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മറന്നു കാണും. എന്നാലും മിസ് ഒന്ന് ഓർമ്മിപ്പിക്കാം. നിങ്ങൾ ആ 2 പോയിന്റ് ഫോമോ ഒന്നിലേക്കും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിക്കുക, ഈ ലൈനിനെ സംബന്ധിച്ച് AB എന്ന് പറഞ്ഞ ലൈനിനെ സംബന്ധിച്ച് ഈ കാണുന്ന 3,0 എന്ന് പറഞ്ഞ പോയിന്റും ഈ കാണുന്ന 0,2 പറഞ്ഞ പോയിന്റും എവിടെയെങ്കിലും കണ്ടുപരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? അത് ആരാ? X ഇന്റർസെപ്റ്റും Y ഇന്റർസെപ്റ്റുമാണ്. ആ ലൈന് X ആക്സിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിന്റെ X കോർഡിനേറ്റ് ആണ് X ഇന്റർസെപ്റ്റ്. ലൈന് Y ആക്സിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിന്റെ Y കോർഡിനേറ്റ് ആണ് എന്ത്? Y ഇന്റർസെപ്റ്റ്. സോ നമ്മൾ പൊതുവെ X ഇന്റർസെപ്റ്റിനെ A എന്നും Y ഇന്റർസെപ്റ്റിനെ B എന്നും കാണിക്കാറുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ലൈൻ ഇക്വേഷന്റെ ഫോർമുല എന്താണ്? x/a + y/b = 1 ആണ്. നിങ്ങൾ സ്ട്രേറ്റ് ലൈൻസിൽ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും മറന്നതാണ്. നിങ്ങൾ ഓർത്തെടുക്കുക. സോ A എന്ന് പറയുമ്പോൾ ആരാണ്? X ഇന്റർസെപ്റ്റ്. ആരാത്? 3 ആണ്. സോ x/3 + y/b പറയുമ്പോൾ y കോർഡിനേറ്റ്, അതായത് y ഇന്റർസെപ്റ്റ്, അതായത് 2 ആണ്, = 1. ഒന്ന് റീഅറേഞ്ച് ചെയ്യാലോ നമുക്ക്. ഇപ്പൊ 2 × x 2x ആണ്. 3 × y എത്രയാ? 3y ആണ്. അടിയിൽ 3 × 2 പറയുമ്പോൾ 6 ആണ്. = എന്ത് വന്നു? 1 വന്നു. ഇപ്പൊ 2x + 3y എന്ന് എഴുതി 6 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 1 × 6 വരും, = 6 കിട്ടി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു? AB എന്ന് പറയുന്ന ലൈൻ ഇക്വേഷൻ നിഷ്പ്രയാസം കിട്ടിക്കഴിഞ്ഞു. ഇതല്ലാതെ നിങ്ങൾക്ക് അറിയുന്ന ഫോർമുല എന്തായിരിക്കും? y - y1 = y2 - y1 x2 - x1 × x - x1 ഒക്കെ അറിയാമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നിയത് അതിനേക്കാൾ സിമ്പിൾ എന്താണ്? ഇത് തന്നെയാണ്. ആകെ ഓർത്തെടുക്കേണ്ട കാര്യം എന്താണ്? ഈ ഒരു ഫോം മാത്രമാണ്. അത് ഓർത്ത് വെച്ചാൽ മതി. മറന്നുപോയതാണ്, കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർത്തെടുക്കുന്നു, അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഫൈൻഡ് ദ പോയിന്റ്. എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ പോയിന്റ് P എന്ന് പറഞ്ഞ പോയിന്റ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അത്യാവശ്യം നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം കുറച്ചൊരു അറിയുന്ന കുട്ടികൾക്ക് മാത്രം എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ. 2013 നിങ്ങളുടെ സേ എക്സാമിന്റെ ക്വസ്റ്റ്യൻ കൂടിയാണ്. എടാ, P എന്ന് പറഞ്ഞ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ നോക്കുക. P എന്ന് പറഞ്ഞ പോയിന്റ് 2 ലൈനുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന പോയിന്റ് ആണ്. ഇപ്പൊ 2 ലൈനുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്തുള്ള പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആ 2 ലൈനിന്റെ ഇക്വേഷൻസും എടുത്തിട്ട് സോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, 2 ലൈൻ ഇക്വേഷൻ എന്ന് പറയുമ്പം നമുക്ക് ABന്റെ ഇക്വേഷൻ ഇപ്പൊ അറിയാലോടാ. 2x + 3y = 6 ആണ്. അതേപോലെ മറ്റേ ലൈനിന്റെ ഇക്വേഷൻ y = x എന്ന് ഗിവൺ ആണ്. ആ 2 ലൈനും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് P എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ ഈ 2 ഇക്വേഷനും എന്ത് ചെയ്യുക? സോൾവ് ചെയ്യാം. സോ സെക്കൻഡ് ഇക്വേഷൻ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് ഈസിയാണ് ചെയ്യാനായിട്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതേ ഇക്വേഷനിലെ ഈ y = x കൊടുത്താൽ പോരെ, അതിൽ എളുപ്പം ഉണ്ടാവുക. ഇപ്പൊ 2 × x + 3 × y പകരം x കൊടുക്കുക, = 6. 2x + 3x എത്രയാ? 5x = 6. x എന്താ വരിക? 5 അപ്പുറം പോകുമ്പോൾ 6/5 ആണ്. സോ വൈയും എക്സും ഈക്വൽ ആണെന്ന് ഓൾറെഡി ഇക്വേഷനിൽ തന്നെ പറയുന്നുണ്ട്. x 6/5 ആണെങ്കിൽ വൈയും എന്താണ്? 6/5 ആണ്. സോ P എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വരിക 6/5, 6/5 ആണ്. കഴിഞ്ഞു ആ ക്വസ്റ്റ്യൻ. അത്രേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. സിമ്പിൾ അല്ലേ?
ആൻഡ് നെക്സ്റ്റ് പോകുന്ന എങ്ങോട്ടേക്കാണ്? തേർഡ് ക്വസ്റ്റ്യനിലേക്കാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ബൈ ഇന്റഗ്രേഷൻ. ഈ കാണിച്ചിരിക്കുന്ന ഷെയ്ഡഡ് പോർഷൻ, അതായത് നിങ്ങൾ കാണുന്നില്ലേ ഫിഗർ തന്നെ ഗിവൺ ആണ്. ഈ പോർഷൻ A1 ഈ പോർഷൻ A2 ആണ്. നമുക്ക് ഈ കാണുന്ന ടോട്ടൽ പോർഷന്റെ ഏരിയ ആണ് ആവശ്യമുള്ളത്. സോ അതിലെ പോയിന്റ്സ് ഒക്കെ എന്താ മക്കളെ? ഗിവൺ ആയിട്ടുള്ള കാര്യമാണ്. ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് 6/5 എന്ന് പറഞ്ഞ പോയിന്റ് ഇപ്പൊ തരുന്ന പോയിന്റ് അല്ല, നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത പോയിന്റ് അല്ല. നിങ്ങൾ ഇവിടെ 6/5 ആണ് പി എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടുപിടിച്ചത്. ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇതേ എക്സ് കോർഡിനേറ്റ് ആണ് താഴെ വരിക, 6/5 തന്നെ എന്ന് മനസ്സിലാക്കുക. സോ ഇത് നമ്മള് ക്വസ്റ്റ്യനിൽ ഗിവൺ അല്ല, നമ്മൾ പിന്നീട് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ. കൺഫ്യൂസ്ഡ് ആവരുത്. സോ എന്താണ്? എനിക്ക് ഷെയ്ഡ് പോർഷന്റെ ഏരിയ ആവശ്യമുണ്ട്. അപ്പൊ എനിക്കറിയാം ഈ ടോട്ടൽ പോർഷന്റെ ഏരിയ എന്ന് പറയുമ്പം എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു A1 പ്ലസ് A2 അല്ലേ വരിക, ടോട്ടൽ ഏരിയ വരിക. സോ A1 എന്ന് പറയുമ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, A1 എന്ന് പറയുന്നതാ ഈ കാണുന്ന P എന്ന് പറയുന്ന പോയിന്റ് എന്ന് താഴോട്ടേക്ക് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കും ഈ കാണുന്ന പോയിന്റ് 6/5 ആണ്. ബിക്കോസ് ഇത് മേലത്തെ പോയിന്റ് 6/5 ആയതുകൊണ്ട് മാത്രം. സോ ഫസ്റ്റ് ഇവിടെ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുവാണെങ്കിൽ ഇന്റഗ്രൽ y/dx ആണ് വരിക അല്ലെ. അത് ഇപ്പുറത്ത് എടുക്കുന്ന സമയത്തും ഇന്റഗ്രൽ y/dx ആണ് വരിക. സോ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂടാ. നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ സംഭവം കാണുന്നില്ലേടാ? ഇവിടെ എന്താണ്? ഈ കാണുന്ന ലൈനിന്റെ y ആണ്. ഓക്കെ, അപ്പൊ A1 എന്ന് പറയുന്ന ഏരിയ പറയുന്നത് y is equal to x എന്ന് പറയുന്ന ലൈനിന്റെ അണ്ടറിലെ ഏരിയ ആണ്. എന്നാൽ ഇപ്പുറത്തുള്ള A2 പറഞ്ഞ ഏരിയ ആണെങ്കിലോ ഈ ലൈനിന്റെ അണ്ടറിലെ ഏരിയ ആണ് A2 പറയുന്ന ഏരിയ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? A1 പ്ലസ് A2 ആണ്. സോ ഇവിടുത്തെ y ആരാണ് മക്കളെ? ഇവിടുത്തെ y എന്ന് പറയുന്നത് y is equal to x എന്ന് പറയുന്ന ലൈനിന്റെ y തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? A1 എന്ന് പറയുന്ന സാധനത്തിന്റെ y-നെ മാറ്റിയിട്ട് y-ക്ക് പകരം x കൊടുക്കാൻ പറ്റും, കുഴപ്പമില്ല. ഇപ്പുറത്താണെങ്കിലോ A2 ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. A2 പറയുന്നത് ഇതാ AB എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷനിലെ y ആ ഉപയോഗിക്കേണ്ടത് അല്ലെ. ബിക്കോസ് ആ ലൈനിന്റെ അണ്ടറിലെ ഏരിയ ആണല്ലോ. അപ്പൊ നമുക്ക് ആ ലൈനിന്റെ ഇക്വേഷൻ അറിയാം. എന്താണ് ഇക്വേഷൻ? 2x plus 3y is equal to 6 എന്നറിയാം. അപ്പൊ നിങ്ങൾ y പറഞ്ഞ് ഇയാൾ അപ്പുറം കൊണ്ട് പോകുമ്പം 3y is equal to 6 minus 2x എന്ന് വന്നു. y is equal to എന്താ വരിക? 6 minus 2x/3 എന്ന് വരും, ഈ 3 അപ്പുറം പോകുമ്പോ അല്ലെ. സോ ഈ y കിട്ടിക്കഴിഞ്ഞു. അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇവിടുത്തെ y എന്താണ്? 6 minus 2x/3 ആണ്, dx വന്നു. A1 എന്ന് പറഞ്ഞ റീജിയനില് ലിമിറ്റ് എന്താ വരിക? x 0-ൽ നിന്ന് 6/5 പോയി. അപ്പൊ 0 to 6/5. എന്നാൽ സെക്കൻഡ് A2 പറഞ്ഞ റീജിയനിലാണെങ്കിലോ 6/5 എന്ന് മക്കൾ എങ്ങോട്ടാ പോകുന്നത്? 3 പോവാണ്. അപ്പൊ 6/5 to 3 പോയി. ബാക്കി എന്താണ്? ഇന്റഗ്രേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇന്റഗ്രൽ 0 to 6/5 x dx അതുപോലെ കൊടുക്കുക. ഈ 3 നിങ്ങൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ വരിക? 1/3 ഇന്റഗ്രൽ 6/5 to 3 വന്നു. 6 minus 2x dx എന്ന് വന്നു. എടാ ഇന്റഗ്രൽ x dx എന്താണ്? അത് x²/2 ആണ്. ലിമിറ്റ് ആണെങ്കിൽ 0 to എന്ത് വരും? 6/5. ഈ ഫോർമുല മക്കൾക്ക് അറിയില്ല. ഇന്റഗ്രൽ x dx അറിയാലോ, x²/2 ആണ്. ഇവിടെ അപ്ലൈ ചെയ്യുമ്പം 1/3 നമ്മൾ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് എടുക്കുവാണ്. ഇവിടെ എന്ത് വരും? ഇന്റഗ്രൽ അപ്ലൈ ചെയ്യുമ്പം 6 dx ആണെങ്കിൽ അത് 6x എന്ന് വരും. മൈനസ് 2 into ഇന്റഗ്രൽ x dx എന്നല്ലേ വരിക? അത് എത്രയാ? x²/2 ആണ് വരിക. ലിമിറ്റ് മക്കളെ 6/5 മുതൽ 3 വരെ വരും. ഈ 2 കട്ടായി പോവേ. ഈ 2 മിസ് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. സോ 1/2 into x² ഫ്രം 0 to 6/5 എന്ന് വന്നു. 1/3 into 6x മൈനസ് x² വന്നു. 6/5 to 3 എന്ന് ലിമിറ്റും വന്നു. ഓക്കെ, അത്രയും കാര്യം ഓക്കെ അല്ലേ? സോ നിങ്ങൾ ആലോചിക്കുക, ഫസ്റ്റ് ലിമിറ്റ് മിസ് അപ്ലൈ ചെയ്യാൻ പോവാണ്. 1/2 into ഇവിടുത്തെ ഫസ്റ്റ് ലിമിറ്റ് എന്താ? എക്സിന് 6/5 കൊടുക്കുക, അതായത് 6/5 the whole square. സെക്കൻഡ് ലിമിറ്റ് 0 ആണ്, കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുത്താൽ 0 ആയി പോകും. 1/3 into 6 into ഫസ്റ്റ് എക്സിന് 3 കൊടുക്കുക, മൈനസ് 3² 9 എന്ന് വന്നു. സെക്കൻഡ് ലിമിറ്റ് എന്ന് പറയുന്ന സമയത്ത് 6 into 6/5 മൈനസ് 6/5 the whole square എന്ന് വരും. ഓക്കെ അല്ലേ? സോ 1/2 into 6/5 whole square എന്ന് പറയുമ്പം 36/25 ആണ്. 6ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? പ്ലസ് 1/3 into 6 into 3 18 മൈനസ് 9 പറയുമ്പോൾ എത്രയാണ്? 9 ആണ്. ഇവിടെ വരുമ്പം 6 into 6 36/5 മൈനസ് എന്താണ്? 6ന്റെ സ്ക്വയർ 36, അടിയിൽ 5ന്റെ സ്ക്വയർ 25. ഓക്കെ അല്ലേ?
അപ്പൊ ഇതെന്താ വരിക, കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് 2 into 18 എന്ന് വരും. 2 into 18. അപ്പൊ 18/25 എന്ന് വന്നു. പിന്നെ എന്താ വരിക, 1/3 into പിന്നെന്താ 9 മൈനസ്, ഇവിടെ ഇതെന്താ നമുക്ക് എഴുതാൻ പറ്റുക, 36 മിസ് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം അല്ലേ. അപ്പൊ 9 മൈനസ് 36 into 1/5 മൈനസ് 1/25 എന്ന് വന്നു. ഇവിടെ രണ്ടിന് മിസ് എന്ത് ചെയ്തു, 36 പുറമേക്ക് എടുത്തു. സോ 18/25 പ്ലസ് 1/3 into പിന്നെന്താ ചെയ്യും നമ്മള്, ബാക്കി നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ പറ, 9 മൈനസ് 36 into ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 36 into 25 മൈനസ് 5 അല്ലേ. ഇറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും നിങ്ങളാലേക്ക്, 25 മൈനസ് 5 ഡിവൈഡ് ബൈ എന്ത് വരും, 25 into 5 എന്ന് വരും. അങ്ങനല്ലേ വരിക. ആ രീതിക്ക് മക്കൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അത്രയും കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി. LCM എടുക്കുമെങ്കിൽ LCM എടുക്കാം. അപ്പൊ എന്താണ് 25 മൈനസ് 5, 25 into 5 എത്ര വരിക നോക്കിക്കേ, 5 into 5 25, 125 അല്ലെ, 125 ആണ് വരുന്നുണ്ടാവുക. സോ ഇത്രയും നമ്മൾ എത്തിച്ചു. 18/25 എന്ന് വന്നു, 1/3 എന്ന് വന്നു. ഇപ്പൊ എന്താ മക്കളെ വരിക, സോ 25 മൈനസ് 5 20 ആണ്. സോ 9 മൈനസ് 36 into 20/125 എന്ന് വന്നു. 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 5 into 4 20, പിന്നെ 5 into 25 125. സിമ്പിൾ. ഓക്കെ, സോ 18/25 വന്നു, 1/3 വന്നു. 9 മൈനസ് 36 into 4 ഡിവൈഡ് ബൈ എന്ത് വരും, 25 വരും. സോ ബാക്കി നമ്മൾ എങ്ങനെ ചെയ്യുക, 18/25 വന്നു, 1/3 വന്നു. പിന്നെ എന്താ മക്കളെ വരിക, നമുക്കിതില് ആരെ വേണമെങ്കിലും പുറത്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പുറത്തെടുക്കാം. ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്യാം. മിസ് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് 9 പുറത്തേക്ക് എടുക്കുവാണ്. സോ 9 പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തില്ല, 9 ഇല്ല, പോയല്ലോ, 1 മാത്രമായി. 9 പുറത്തെടുത്തപ്പോൾ 1 മാത്രമായി. സോ 36 എന്ന് പറഞ്ഞാലും 9 into 4 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ. മിസ് അവിടുന്ന് 9 പുറത്തേക്ക് എടുത്താൽ എന്താ വരിക, 4 into 4 16 മാത്രം, അടിയിൽ 25. സോ 18/25 എത്രയാ, 9/3 പറയുമ്പം 3 into 3 9 ആണ്, 3 മാത്രമായി. 1 മൈനസ് 16/25 പറയുമ്പോൾ 25 മൈനസ് 16 ഡിവൈഡ് ബൈ 25 എന്ന് വന്നു. അപ്പോൾ 18/25 വന്നു. 3 into 25 മൈനസ് 16 പറയുമ്പോൾ 9 ആണ്, ബൈ 25 വന്നു. അതായത് 18/25 9 into 3 27/25. രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ മാത്രം കൂട്ടുക. 18ഉം 27ഉം പറയുമ്പോൾ എത്രയാണ്, 45 ആണ്. 45/25 പറയുമ്പോൾ രണ്ടിലും 6 കോമൺ, 5 കോമൺ ആണ്. 5 into 5 5 into 9. അപ്പൊ 9/5 സ്ക്വയർ യൂണിറ്റ് ആണ് ഫൈനൽ ആൻസർ വരിക. സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനും സിമ്പിൾ തന്നെയാണ്. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന എന്ത് പോർഷനാണ്, ആ ഒരു കാൽക്കുലേഷന്റെ പോർഷൻ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂടാ, ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. വേറെ പ്രശ്നം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ആക്ച്വലി വരുന്നില്ല അല്ലേ. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എലിപ്സിന്റെ വേറൊരു ക്വസ്റ്റ്യനിലേക്കാണ്. ഇത് നിങ്ങൾ കണ്ട് കാണും, ചിലപ്പോൾ നമ്മൾ NCERT ബുക്കിലെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കണ്ട് കാണും ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും, കാണാത്തവരും ഉണ്ടായിരിക്കും. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്രോച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ എലിപ്സ് x² പ്ലസ് 9y² = 36 യൂസിങ് ഇന്റഗ്രേഷൻ ആണ് പറയുന്നത്. ഇപ്പൊ ഇന്റഗ്രേഷൻ ഉപയോഗിച്ച് ഫൈൻഡ് ചെയ്യണം. ഇത് എലിപ്സ് ആണ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ x² പ്ലസ് y² b² = 1 എന്ന് പറയുന്ന ഫോമിലേക്ക് ആയിരിക്കും നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത് അല്ലെ. അപ്പൊ അതിനുവേണ്ടി മിസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. x² പ്ലസ് 9y² = 36 ആണ്. അപ്പൊ എലിപ്സിന്റെ ഇക്വേഷനിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ആര് വരണം, 1 വരണം. റൈറ്റ് സൈഡിൽ 1 വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ആളെ പിടിച്ചിട്ട് 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ 1 കിട്ടുള്ളൂ. അപ്പൊ അയാളെ മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ത്രൂ ഔട്ട് 36 കൊണ്ട് ഡിവൈഡ് ചെയ്തു. x² / 36 പ്ലസ് 9y² / 36 = 36/36 എന്ന് വരും. സോ x² / 36, ഈ കാണുന്ന 9 അപ്പുറം പോകുമ്പോൾ y² / 36 നോക്കിയാൽ 9 into 4 അല്ലേ 36. അപ്പൊ എന്താ പറയാ, അവിടെ 4 ആയില്ലേ. y² / 4 ഇവിടെ എത്രയാ, കട്ടിട്ട് പോകുമ്പോൾ 1. ഇതാണ് നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ. ആൻഡ് വി നോ ദാറ്റ് ഇത് x ആക്സിൽ എലിപ്സ് ആണോ അതോ y ആക്സിസിലുള്ള എലിപ്സ് ആണോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മനസ്സിലാക്കണം. എക്സിന്റെ താഴെയുള്ള ആളാണ് വലിയ ആള് എന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പിച്ചോ എന്തായിരിക്കും, അത് x ആക്സിനെ ബേസ് ചെയ്തിട്ടുള്ള എലിപ്സ് ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓവർ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും വരുന്ന പോലും ഇല്ല അല്ലേ. ഓക്കെ അല്ലേ. ഇതാണ് എലിപ്സിന്റെ ലുക്കില്ലെങ്കിലും ഇത് എലിപ്സ് ആണ്. സോ എനിക്കറിയാം x ആക്സിനെ ബേസ്ഡ് ആയിട്ടുള്ള എലിപ്സ് ആണെങ്കിൽ
ദിസ് പോയിന്റ് a,0 ആണെന്നും ഇത് -a,0 ആണെന്നും അറിയാം. ബാക്കി പോയിന്റ് ഒന്നും ഇപ്പൊ തൽക്കാലം ആവശ്യമില്ല. ദിസ് ഇസ് മൈ ഒറിജിൻ പോയിന്റ്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞ നിങ്ങൾ എക്സ് ആക്സിന്റെ ബേസ്ഡ് എലിപ്സ് ആണെങ്കിൽ ഇതാണ് എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം a² സ്ഥാനത്ത് ആരാ? 36. അപ്പൊ a എന്താ വരിക? √36 എന്ന് പറയുമ്പം +or-6 ആണ് വരിക. അതായത് ദിസ് പോയിന്റ് വിൽ ബി a,0 പകരം 6,0. ദിസ് ഇസ് -6,0 ആണ് വരിക. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ടോട്ടൽ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് ആവശ്യമുള്ളത്. അതായത് നമുക്ക് എന്ത് ചെയ്യണം? ഈ ടോട്ടൽ ഏരിയ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ ഈ 4 പോർഷൻസ് ഇല്ലേ, ഇത്രയും പോർഷൻസ് ഇല്ലേ, അത് സിമെട്രിക് ആയതുകൊണ്ട് തന്നെ, അവർ സിമിലർ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഏരിയ സെയിം ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു പോർഷന്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം കണ്ടുപിടിച്ചിട്ട് നമ്മൾ സർക്കിൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഒരു ക്വാഡ്രന്റ് ഏരിയ മാത്രം ഫൈൻഡ് ചെയ്തിട്ട് അവസാനം നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ഏരിയ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ആ രീതിക്ക് നമുക്ക് ചെയ്യാലോ. നിങ്ങൾ പറ, ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ പറയുമ്പം എന്താ ചെയ്യുക? വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുന്നു, ഇന്റഗ്രൽ y dx വരുന്നു. എക്സ് ആക്സിസ് ആയതുകൊണ്ട് ലിമിറ്റ് 0 നിന്ന് 6 വരും, 0 to 6 വരും. അത് നമുക്ക് y അറിയില്ല, പക്ഷെ എലിപ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് മക്കളെ എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും, അല്ല എങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് സംഭവം കിട്ടും. അതായത് x² + 9y² = 36 തന്ന ഇക്വേഷൻ അല്ലേ, അവിടെ നിന്നാണെങ്കിലും y ഫൈൻഡ് ചെയ്താൽ മതി. x² അപ്പുറം എടുക്കുമ്പോൾ 9y² = 36 - x² എന്ന് വരും. സോ എന്താ വരിക? y² എന്ന് പറയുമ്പം 9 അപ്പുറം എടുക്കുക, 36 - x² എന്ത് വരും? 9 എന്ന് വരും. സോ y പറയുമ്പോൾ എല്ലാവർക്കും റൂട്ട് കൊടുക്കുക. അപ്പൊ √36 - x², √9 പറയുമ്പോൾ 3 ആണ്. അതെങ്ങനെ മാറ്റി എഴുതാം? 1/3 എന്ന് എഴുതി. 36 - x² ആയതുകൊണ്ട് മിസ് എന്ത് ചെയ്തു? 6² - x² എന്ന് എഴുതി. കുഴപ്പമൊന്നുമില്ലല്ലോ, സെറ്റ് അല്ലേ, സെയിം അല്ലേ അത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വൈക്ക് കൊടുക്കാം. 0 to 6 വന്നു, 1/3 √6² - x² dx വന്നു. ഈ 1/3 പുറമേക്ക് എടുക്കുമ്പോൾ ഇതെന്താ വരിക? √6² - x² dx. ഇത് ആരുടെ ഫോർമുലയാണ്? √a² - x² dxന്റെ ഫോർമുലയാണ്. അത് പ്രകാരം ചെയ്യുമ്പം 1/3 അതുപോലെ എഴുതുക. ഇതിന്റെ ഫോർമുല എന്താ? x/2 √a² - x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. a² 6² ആണെങ്കിൽ a എന്താ വരിക? 6 ആണ്. ലിമിറ്റ് 0 മുതൽ 6 വരെ. സോ 1/3 ചുമ്മാ കൊടുക്കുക. ഫസ്റ്റ് ലിമിറ്റ് എക്സിന് 6 കൊടുക്കുക. 6/2 എന്താ വരിക? 6² - 6² പ്ലസ് 6² എന്ന് പറയുമ്പോൾ 36 ആണ്. 36/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 6/6 വരും. സെക്കൻഡ് ലിമിറ്റ് ഞാൻ കൊടുക്കാൻ പോണേ ഇല്ല, ബിക്കോസ് സെക്കൻഡ് ലിമിറ്റ് എനിക്ക് അറിയാം. കൊടുത്താലും ആ കംപ്ലീറ്റ് ടേം എന്താവോ ചെയ്യുക? 0 ആവുക ചെയ്യുക. ഇവിടെ 0 വന്നു, ഇവിടെ 0 വന്നു, അപ്പോൾ കംപ്ലീറ്റ് ടേം എന്തായി പോവുക? 0 ആയിട്ട് പോവല്ലേ ചെയ്യുക. അത് മാത്രം മതി. അപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, സെക്കൻഡ് ലിമിറ്റ് കൊടുക്കുന്നില്ല മിസ്. ഇപ്പൊ √6² - x² എന്ന് പറയുമ്പോൾ 0 ആയി പോയി. ഇപ്പൊ 1/3 ഇൻറ്റു 36/2 പറയുമ്പം 18 ആണ്. 1 വരും അല്ലെ, 6 കാട്ടുമ്പോൾ 1 വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് 1. സോ 1/3 ഇൻറ്റു 18 ഇൻറ്റു സൈൻ എപ്പോഴാണ് 1 ആവുക? π/2 ആവുന്ന സമയത്ത്. ഇപ്പൊ 3 ഇൻറ്റു 6 ആണ് 18 വരിക, അറിയാം. 2 ഇൻറ്റു 3 ആണ് 6 എന്ന് അറിയാം. ഇപ്പൊ 3π ആണ് കിട്ടുക. 3π² യൂണിറ്റ് എന്താണ്? ഫസ്റ്റ് ക്വാർട്ടറിലെ ഏരിയ മാത്രമാണ്. ഇപ്പൊ ടോട്ടൽ ഏരിയ പറയുമ്പം ഇതുപോലത്തെ മക്കളെ 4 പോർഷൻസ് ഉള്ളത് കൊണ്ട് 4 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ 3π ഇൻറ്റു 4 പറയുമ്പം എത്ര വരും? നമുക്ക് 12π² യൂണിറ്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. 12π² യൂണിറ്റ് ആയിരിക്കും റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇത്ര നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നോട്ട് ഡൗൺ ചെയ്യുക. അത്രയും അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. നല്ല കിടക്കാച്ചി ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇപ്പൊ ത്രൂ ഔട്ട് കാണുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് നമ്മൾ എന്ത് ചെയ്തു? അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇത് മാത്രമല്ല, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിന്റെ ഷോർട്ട് വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യണം? ചെയ്യാനുണ്ട്. അതൊക്കെയായിട്ട് നമുക്ക് ഇനിയും കാണേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ലവ് യു ഓൾ. ബൈ.